ദർഗ ഹോട്ടലിലെ ചായയുടെ കടിയൊക്കെയാണ്. 3:30 മണിക്ക് വന്നതാ. പഴംപൊരി എല്ലതും ഉണ്ട്. മുട്ട പോപ്സ്, പിന്നെ ചിക്കൻ റോള്, ഇലട, നേന്ത്രപ്പഴം പൊരിച്ചത്, കടല. ഇതാണ് ദർഗ ഹോട്ടലിൻ്റെ പ്രത്യേകത. എല്ലാവരോടും പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. മുതലാളി ഞാനും ഭയങ്കര കമ്പനിയാണ്. എന്തായാലും ഉറങ്ങി നീച്ച് ഇടിയില്ല ഞാൻ ലോക കിടക്കാൻ എല്ലാവർക്കും അറിയാം. പിന്നെ എല്ലാവർക്കും പേടിയാണ്. സർവ്വ ആൾക്കാർ പിന്നെ ഭയങ്കര പേടിയാണ്. ഇനിയും സംശയിക്കാൻ എല്ലാവർക്കും പേടിയാണ്. എല്ലാവർക്കും അറിയാം ഈ 2 പെഹന്മാർ ലോക കിടക്കാന്ന് ദർഗ ഹോട്ടലിൽ പോയി. ഹോട്ടലിന് വേറൊരു പേര് കൂടി ഉണ്ട്. ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ്. അതാണ് ഈ ഹോട്ടലിൻ്റെ പേര്. എന്നാലും അവള് എൻ്റെ സുന്ദരിയാണ്. അവരാണ് ഉണ്ടാക്കുന്നത്. 14-ാം രാവുദിച്ചൊരു ഇവിടെ നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ വരിക. ഹോട്ടൽ ഇഷ്ടം പോലെ എല്ലാവർക്കും ടേസ്റ്റാണ്. പക്ഷേ ഇതിനെക്കാട്ടിയും പ്രത്യേകത ഇതാണ്. എന്നിട്ട് കളിക്കാൻ നിൽക്കാം. രാവിലെ തെങ്ങേറിയിട്ട് ചൂട് സഹിക്കാൻ വയ്യ. ഉറുമ്പുണ്ടായിട്ടില്ല കേട്ടാ. അതിനെൻ്റെ പടച്ചോനെ ശ്രദ്ധിക്കുക. ഒരു ഉറുമ്പ് പോലും 7-8 തെങ്ങിൻ്റെ മുകളിൽ കയറി ഉറുമ്പുണ്ടായിട്ടില്ല. എത്ത കൈയുണ്ട്, വലത്തെ കൈ, ഇടവത്തെ കൈ കൊണ്ട് തിന്നാൻ പാടില്ല. ദർഗ ഹോട്ടല് പേര് മറക്കണ്ട. അബ്ദുറഹ്മാൻ ബാബയുടെ ദർഗ എവിടെയെന്ന് ചോദിക്കുക. ഹോട്ടലിൻ്റെ പേരും ദർഗ എന്നാണ്. സൂപ്പർ ഭക്ഷണം, നല്ല ചൂടുള്ള മട്ടൻ ബിരിയാണി കഴിക്കാൻ മറക്കണ്ട. എപ്പോഴും പറയുന്നുണ്ടാ ഇവിടെ വന്നിട്ട് ആരെങ്കിലും മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടി ഞങ്ങൾ ഇന്ന ആലോചിക്കണം. മാനി വെച്ച് പറഞ്ഞത് വളരെ കറക്റ്റാണ് മുട്ടയെന്ന് പറഞ്ഞു. ഓക്കെ, വെറുതെ കൊണ്ടിട്ട് നിങ്ങളെ പൈസ ചിലവാക്കാൻ കിട്ടൂല. ചോര നീരായിട്ട് അധ്വാനിക്കുന്ന പൈസ അത് അനാവശ്യമായിട്ട് ചിലവാക്കാളല്ല. സംസുഖിൻ്റെ അടുത്ത് പോട്ടെ. സംസുഖി ഞാനും കൂടി പാട്ടൊക്കെ പാടും. അടിപൊളി പാട്ട്.